Good evening. Good evening. Good evening, ma'am. Good evening, Ramya. Good evening, Alina, Geetu, Saina. Good evening. Good evening. പ്രയർ സോങ് ആരാ പാടുക? പ്രയർ സോങ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പ്രയർ സോങ്? ആരുമില്ല? ഗീതു അല്ല അലീന. അലീന പ്രയർ സോങ് ചെയ്തിട്ടുണ്ടായിരുന്നോ മുമ്പത്തെ ക്ലാസ്സില്? മിണ്ടുന്നേ ഇല്ലല്ലോ ആരും. സൈന മാം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. സാരില്ല, റിപ്ലൈ പറഞ്ഞാ മതി കേട്ടോ. റിപ്ലൈ പറഞ്ഞാ മതി നിങ്ങള്. ഓക്കെ. ആക്ഷൻ സോങ്ങോ അല്ലെങ്കിൽ റോൾ പ്ലേയോ എന്തെങ്കിലും ഉണ്ടോ? മിസ്സേ പ്രയർ ഉണ്ട് കേട്ടോ. ഞാനേ മോളുമായിട്ടൊന്ന് പ്രയർ ഉണ്ടല്ലേ? ആ ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനിറ്റ് മിസ്സേ. ഓക്കെ. കേക്കാവോ മിസ്സേ? കേക്കാവോ? കേക്കാം. സ്റ്റാർട്ട് ചെയ്തോളൂ. Oh God, He is the only Almighty. His grace is my strength. His smile is my trust. His love is my happiness. His door is always open to me to take me safe in His hand. Amen. ഓക്കെ. ഇനി റോൾ പ്ലേയോ അല്ലെങ്കിൽ ആക്ഷൻ സോങ്ങോ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. സൈന നാളെ ഒരു ആക്ഷൻ സോങ് ആയിട്ട് വരുമോ? പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുമോ ആക്ഷൻ സോങ്? സൈന ഓക്കെ മാം. നാളെ പ്രേയർ ഗീതു കേട്ടോ. ഗീതു യാദവ്. ഓക്കെ മാം. അപ്പൊ ഗീതു പ്രേയർ, സൈന ആക്ഷൻ സോങ് കേട്ടോ. ഈ രണ്ട് കാര്യങ്ങൾ നാളെ ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ. ഡെയിലി എന്നെ കണ്ട് ബോറടിച്ചോ നിങ്ങക്ക്? ഇല്ലല്ലേ? ഷമിസ് ഹോസ്പിറ്റൽ ഇഷ്യൂ ആയിട്ടാണ് വരാത്തത് കേട്ടോ. ഈ വീക്ക് എന്തായാലും വരും കേട്ടോ. ഓക്കെ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യമായിരുന്നു അല്ലെ? ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളോട്? ഇല്ലേ അലീന, രാഖി? ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഹെൽത്ത് ചെക്കപ്പ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ പറഞ്ഞത് ഏതൊക്കെ ടെസ്റ്റ് ഹെൽത്ത് ചെക്കപ്പിന്റെ അകത്തുണ്ട് അതൊക്കെ പറഞ്ഞു. ഇതിന്റെ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? ഉണ്ട് മിസ്സേ. ഓക്കെ, നാളെ നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാം കേട്ടോ. ഹെൽത്ത് ചെക്കപ്പിന്റെ കേട്ടോ. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ കണ്ടെത്തിയ ഫൈൻഡ് ചെയ്ത കാര്യങ്ങളും ഒക്കെ ആയിട്ട് ടോട്ടൽ ആയിട്ടൊന്ന് എന്ത് ചെയ്യാ, ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി എന്താ ഒരു 15 ലൈൻസ് കേട്ടോ. 15 ലൈൻസ് ഉള്ള ഒരു ഇതായിട്ട് കൊണ്ടുവരുക കേട്ടോ. ഓക്കെ, സെന്റൻസുകളായിട്ട് കൊണ്ടുവരുക. 50 to 20 കേട്ടോ. 15 മുതൽ 20 വരെയുള്ള സെന്റൻസുകളായിട്ട് ഹെൽത്ത് ചെക്കപ്പ് റൈറ്റ് ചെയ്തുകൊണ്ട് വരാം. ഓക്കെ അല്ലേ? എല്ലാവരും ചെയ്തിട്ട് തന്നെ കേട്ടോ. ഓക്കെ.
അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഫാമിലിയില്? നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ടോ? എന്തെങ്കിലും ഒരു രോഗം അതുവഴി ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ഡിസീസ് ഇപ്പൊ കുഞ്ഞുങ്ങൾക്കാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റു ആർക്കെങ്കിലും ഹെൽത്ത് ചെക്കപ്പിലൂടെ ഡിസീസ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അലീന, ഗീതു, അലീന. അലീന പറ. അങ്ങനെയൊന്നും ചെക്കപ്പിലൂടെ കണ്ടെത്തിയിട്ടില്ല. ചെക്കപ്പ് ചെയ്യാറുണ്ടോ? ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ടോ? ഇല്ല, നമ്മളങ്ങനെ ഫുൾ ബോഡി ചെക്കപ്പ് ഒന്നും അങ്ങനെ വീട്ടിലാരും ചെയ്യാറൊന്നുമില്ല. എന്തെങ്കിലും കൊളസ്ട്രോൾ, പ്രഷറൊക്കെ പപ്പായ്ക്കും അമ്മയ്ക്കും ഉള്ളതുകൊണ്ട് അവര് പോയി ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നല്ലാതെ ഫുൾ ബോഡി ചെക്കപ്പ് ഒന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല. ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ. ഇനി ഗീതു ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഫാമിലിയിൽ ആർക്കെങ്കിലും? ഇല്ല മാം, ഇതുപോലെ തൈറോയിഡ് അങ്ങനത്തെ ഒക്കെ ഇതേ ചെയ്തു, അല്ലാണ്ട് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. ഇനി സൈന? നോ മാം. ഇല്ല. രാഖി? ഇല്ല മിസ്സേ, അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല അല്ലേ? രമ്യ? മാം അങ്ങനെയും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്യേണ്ട നമ്മുടെ ഒരു എന്താ പറയാ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, നമ്മുടെ പല കാര്യങ്ങളും. അതായത് നമ്മുടെ എന്താ പറയാ ബ്ലഡ് ആൻഡ് യൂറിൻ, അതുപോലെ ലിപ്പിഡ് പ്രൊഫൈല്, പിന്നെ അതുപോലെ തന്നെ കാർഡിയാക് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ECG, എക്കോ, അതുപോലെ എക്സ്റേ, പിന്നെ അബ്ഡോമിനൽ എക്സാമിനേഷൻ, പെൽവിസ് എക്സാമിനേഷൻ, തൈറോയ്ഡ് ഫംഗ്ഷൻ TSH, T3, T4, കിഡ്നി ഫംഗ്ഷൻ, അതുകൂടാതെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് കേട്ടോ. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ വരുന്നത് SGPT ആൻഡ് SGOT ആണ് കേട്ടോ. കൂടാതെ ബിലിറൂബിന്റെ അളവ് നമ്മൾ നോക്കാറുണ്ട്. പിന്നെ പൾമണറി ലങ് ഫംഗ്ഷൻ ടെസ്റ്റ്, നമ്മുടെ ലങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കൂടാതെ ബ്ലഡ് ഷുഗർ നമ്മൾ ഫാസ്റ്റിംഗിൽ നോക്കും. പിന്നെ എന്താണ്, ആഫ്റ്റർ ഫുഡിന് ശേഷവും നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B ടെസ്റ്റ്, പിന്നെ CT കാൽസ്യം സ്കോറിംഗ്, നമ്മുടെ കാൽസ്യത്തിന്റെ അളവ് ശരീരത്തിൽ എത്രയാണ് വേണ്ടതെന്നുള്ളൊരു ടെസ്റ്റ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ടോട്ടൽ ബോഡി ഫാറ്റ് എത്രയാണെന്നും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹെൽത്ത് ചെക്കപ്പിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ ചെയ്താല്, അതായത് വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇയർലി 1 ടൈം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ എന്താണ്, എന്തെങ്കിലും ഒരു ഡിസീസ് നമ്മൾക്ക് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്താണ് നേരത്തെ തന്നെ ഏതെങ്കിലും ഒരു ഡിസീസ് നമുക്ക് മുൻകൂട്ടി കാണാനോ സാധിക്കും. അതിലൂടെ നമുക്ക് എന്താണ് ഏർലി ഡയഗ്നോസിലൂടെ നമുക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഇയർലി 1 ടൈം എങ്കിലും എന്ത് ചെയ്യാ, ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ എന്താണ്, കുട്ടികൾക്ക് എന്താണ് ഈ ഒരു കാര്യത്തിൽ എന്താണ് പ്രത്യേക പ്രാധാന്യം നമ്മൾ കൊടുക്കണം കേട്ടോ ചെക്കപ്പുകൾ കേട്ടോ. കാരണം മാറി വരുന്ന ലൈഫ് സ്റ്റൈലാണ് അല്ലെ, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിൽ നമ്മൾ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ അവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരെ വേണ്ട വിധം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണ്, അപകടകരം വിധത്തിൽ, അതായത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കുഞ്ഞുങ്ങള് പോകും. അപ്പൊ നമ്മള് ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങളിൽ എങ്ങനെയാണ് എന്ത് വരുന്നേ, ഹെൽത്ത് ചെക്കപ്പുകൾ വരുന്നതെന്നാണ് കേട്ടോ നോക്കുന്നേ. കുഞ്ഞുങ്ങളിൽ എത്രത്തോളം കുഞ്ഞുങ്ങളിൽ എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ട് ഹെൽത്ത് ചെക്കപ്പിനും മറ്റും. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം തന്നെ കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ എന്താണ് അമ്മമാര് തന്നെയാണ് അല്ലെ. അപ്പൊ കുഞ്ഞുങ്ങൾ ജനിച്ച് അതായത് കുഞ്ഞുങ്ങളുടെ ജനനശേഷം എന്ന് മാത്രമല്ല, ഇപ്പോ അമ്മമാര് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു സമയം തുടങ്ങി എന്താണ്, നമുക്കൊരു കാർഡ് കിട്ടുമല്ലേ കയ്യില്. എന്താ കാർഡ്? ആ കാർഡ് എന്താ? നിങ്ങളുടെ അടുത്തൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ നിങ്ങള്? പോളിയോ കാർഡ്. ഒരു ഹെൽത്ത് കാർഡ് കിട്ടൂലേ, ഒരു എന്താ പറയാ ഒരു ഗ്രീൻ കളറിലായിട്ടുള്ള ഒരു സംഭവം, അമ്മയും കുഞ്ഞും കൂടെ ഉള്ള ഒരു പിക്ചറുള്ള കാർഡ്. എപ്പോഴും അങ്ങനെ തന്നെയാണോ എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ തന്നെയാണോ? ഇപ്പൊ അങ്ങനെയല്ല അല്ലേ? ഇപ്പൊ എന്താ അത്? ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ ഒരു ബുക്കൊക്കെ പോലെയാണ്.
ഹോസ്പിറ്റലിൽ തന്നെ അല്ലേ? തരും. ഹോസ്പിറ്റലിൽ ആദ്യം ഹെൽത്ത് ചേച്ചി വന്ന് തരും അങ്ങനെ. ആദ്യമേ ഹെൽത്തിൽ നിന്ന് ഒരു ചേച്ചി വന്ന് തരും, അങ്ങനെയായിരുന്നു അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്നാണോ കിട്ടുന്നേ? ഹോസ്പിറ്റലിൽ നിന്നും തരും, പിന്നെ നമുക്ക് ഇവിടുന്നും തരും. സെന്റർ ഒക്കെ ഉണ്ടായിരുന്നു, സെന്ററിനും തരാം. ആ, അവിടെ തുടങ്ങിയാണ് നമ്മൾ കുഞ്ഞിന്റെ ഹെൽത്ത് റെക്കോർഡ് സൂക്ഷിക്കുന്നത് കേട്ടോ. ആ ഒരു കാർഡിൽ തുടങ്ങിയാണ് പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യുന്നേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് റെക്കോർഡ് സൂക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോ കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, അതായത് കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മള് അവരുടേതായിട്ടുള്ള ഹെൽത്ത് റെക്കോർഡുകൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പരിപാലനം, അതായത് കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളുടെ മെഡിക്കൽ റെക്കോർഡ്സ് എന്ത് ചെയ്യണം, നമ്മള് കീപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി കുഞ്ഞ് ജനിച്ചു, കുഞ്ഞെന്താണ് ഗ്രോ ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ് അല്ലെ? അപ്പൊ കുഞ്ഞുങ്ങളിങ്ങനെ വളരാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ ശ്രദ്ധിക്കും അല്ലെ? എന്തൊക്കെയാ നമ്മൾ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധിക്കുന്നത്? നിങ്ങളാണെങ്കിൽ എന്തൊക്കെയാ ശ്രദ്ധിക്കുന്നത് കുഞ്ഞു വളരാൻ തുടങ്ങുമ്പോൾ? ഉസൈല പറഞ്ഞേ, എന്താ നമ്മൾ ശ്രദ്ധിക്കുക കൂടുതൽ കുഞ്ഞുങ്ങളുടെ? എനിക്ക് സംസാരിക്കാൻ ഉള്ളൊരു കഴിവുണ്ടോ, പിന്നെ നടക്കാന്, അങ്ങനെ ഓരോരോ ആരോഗ്യം നമ്മൾ നോക്കും. ഓരോരോ അവയവത്തിനും കേൾവി ശക്തി ഉണ്ടോ, കാഴ്ച ശക്തി ഉണ്ടോ. ഓക്കെ, ശരിയാണ് പറഞ്ഞത് കേട്ടോ. കുഞ്ഞ് സംസാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് കുഞ്ഞിന് കാഴ്ചശക്തി ഉണ്ടോ, കേൾവി ശക്തി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്തു അല്ലെ? ഓക്കെ, ഇനിയും ഉണ്ടല്ലോ, ഇനി എന്തൊക്കെയാ നിങ്ങളെ പറയണ്ട കേട്ടോ, നിങ്ങൾ പറ. എന്താ സൈന, നമ്മൾ കുഞ്ഞിന്റെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇപ്പൊ പറയുന്നത്. പറഞ്ഞു ഉസൈല, പറഞ്ഞു. ബുദ്ധി വളർച്ചയുണ്ടോ നോക്കൂ. പിന്നെ ബുദ്ധി വളർച്ച ഉണ്ടാന്ന് നോക്കൂ അല്ലെ? ഓക്കെ, പിന്നെ സൈന, വേറൊരാള് പറഞ്ഞേ. നിങ്ങൾ എല്ലാവരും പറയണം കേട്ടോ, ഒരാള് മാത്രമല്ല പറഞ്ഞോണ്ടിരിക്കണ്ട, എല്ലാവരും പറയണം. സൈന, ഗീതു. ഹൈറ്റ്, വെയിറ്റ്, ഓരോ പ്രായത്തിനനുസരിച്ച് ആ ഹൈറ്റ് ഉണ്ടോ, അങ്ങനെ വെയിറ്റ് വെക്കുന്നുണ്ടോ കുട്ടി, അങ്ങനത്തെ കാര്യങ്ങളും. വെയിറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കൂ അല്ലെ? ഓക്കെ, നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ടാണോ വെയിറ്റ് വരുന്നതെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ കുട്ടീന്റെ ഉള്ളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നമ്മള് കുട്ടിയുടെ ഉള്ളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെന്താ, നമ്മൾ കുട്ടീനെ പറഞ്ഞോ രമ്യ, പറഞ്ഞോളൂ. ഭക്ഷണക്രമങ്ങൾ നോക്കില്ലേ? എന്താ മോളെ കേട്ടില്ല? ഭക്ഷണം ഭക്ഷണക്രമം അല്ലെ? അത് ശ്രദ്ധിക്കും. പിന്നെ ഓരോ മന്തില് കുട്ടികളൊക്കെ എങ്ങനെയാണ്, അതായത് 1 month, 2 month, 3 months ഇതെങ്ങനെയാ അവര് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യും അല്ലെ? ഓക്കെ, പിന്നെ അത്രേ ഉള്ളോ? ഓക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മള് കുട്ടീനെ നമ്മൾ നോക്കുമ്പോൾ ജനറൽ അപ്പിയറൻസ് നോക്കും അവരുടെ കേട്ടോ. ഓക്കെ, അതായത് പൊതുവായിട്ട് എന്താണ് അവരുടെ ഒരു അപ്പിയറൻസ്, അവരുടെ സമീപനം, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, നോർമൽ ആയിട്ടാണ് അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉണ്ടോ, മറ്റുള്ള കുട്ടികളുമായിട്ടൊക്കെ എന്താണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നവരാണ്. അപ്പൊ നമുക്കറിയാലോ കുഞ്ഞുങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, ഓരോ സ്റ്റേജിലും അല്ലെങ്കിൽ ഓരോ ഏജിലും എന്താണ് അവർക്ക് അവരുടെ ബിഹേവിയറിൽ എന്ത് വരും, വ്യത്യാസം വരും അല്ലെ? അപ്പൊ ആദ്യം തന്നെ നമ്മൾ അവരുടെ ജനറൽ അപ്പിയറൻസ് ഒന്ന് എന്ത് ചെയ്യാം, ഒബ്സർവ് ചെയ്യാൻ നോക്കാം. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും എന്താണ് ഇങ്ങനെയുള്ള ചേഞ്ചസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോ മോണ്ടിസോറി കോഴ്സ് കഴിഞ്ഞിട്ട് മോണ്ടിസോറി ടീച്ചറായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ധാരാളം കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അടുത്ത് പഠിക്കാൻ വരുമല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ചെലവഴിക്കുന്ന, സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്താണ് അല്ലെ? അവരുടെ വീടിനേക്കാളും കൂടുതൽ സമയം. കാരണം വീട്ടിലിരിക്കുമ്പോൾ കുഞ്ഞെന്താണ്, രാവിലെ കുഞ്ഞ് 9 മണിയാകുമ്പോൾ സ്കൂളിൽ വരുന്നു, തിരിച്ച് 4 o'clock ആകുമ്പോൾ തിരിച്ചു പോകുന്നു, പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു, കളിക്കുന്നു, പിന്നീട് ഹോംവർക്ക് എന്തെങ്കിലും ചെയ്യുന്നു, കുട്ടി കിടന്ന് ഉറങ്ങുന്നു, പിന്നീട് നേരം വെളുക്കുന്നു. ഇതേപോലെ തന്നെയുള്ള പതിവ് റൂട്ടീനാണ്. അപ്പൊ കൂടുതലും കുഞ്ഞുങ്ങൾ ചെലവഴിക്കുന്ന അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളുകളിലും
അതുപോലെ തന്നെ ടീച്ചേഴ്സിനുമാണ് അല്ലെ. അപ്പോ ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോ എന്താണ്, ഒരു ടീച്ചർ തന്നെയായിരിക്കും അല്ലെ ഉണ്ടാവുന്നത്. ഏറ്റവും കൂടുതൽ അവരെ ഇന്ററാക്ട് ചെയ്യുന്നതും ഒരു കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതും ആരോട് തന്നെയാ, നിങ്ങളോട് തന്നെ അല്ലെ, ടീച്ചേഴ്സിനോട് തന്നെയായിരിക്കും പറയുന്നത്. അപ്പൊ ഒരു കുട്ടി, എല്ലാ കുട്ടികളെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വൽ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. നമുക്കറിയാം ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങളായാലും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും എന്താണ്, നിങ്ങളെക്കാളും കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ടീച്ചേഴ്സിന് അറിയാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി എന്തെങ്കിലും തോന്നുവാണെങ്കിലും എന്താണ്, ടീച്ചർ നമ്മളെ ഇൻഫോം ചെയ്യും അല്ലെ. അങ്ങനെയല്ലേ ചെയ്യുന്നത്? നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ട് അല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ കാരണം ടീച്ചേഴ്സിന് പ്രത്യേകമായിട്ടുള്ള കഴിവും കാര്യങ്ങളും ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ സ്കിൽഡ് ആണ്. കാരണം പ്രൊഫഷണലി എന്താണ്, ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ കേരളത്തിൽ തന്നെ എന്താണ്, കേരള ഗവൺമെന്റ് ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്? അതായത് കുഞ്ഞുങ്ങളെ നേരിൽ കണ്ടിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അവരെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഒരു കുഞ്ഞ് ഇപ്പോ ഡെയിലി സ്കൂളിൽ വരുന്ന കുഞ്ഞാണ്, എല്ലാവരും സ്കൂളിൽ തന്നെ വരുന്നത്, എല്ലാവരും സ്കൂളിൽ വരുന്ന സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പൊ നമുക്കറിയാം ഏതൊക്കെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ അടുത്ത് പഠിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവന്റെ സ്പെഷ്യാലിറ്റീസ്, അവന്റെ വീക്ക് പോയിന്റ് എന്താണ്, അവന്റെ സ്ട്രോങ് പോയിന്റ് എന്താണെന്നൊക്കെ എന്താണ് ഓരോ ടീച്ചേഴ്സിനും പാരന്റ്സിനേക്കാൾ ഉപരി എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ ഡെയിലി നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, ഒരു ദിവസം എന്താണ് അവൻ ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കുകയാണ് ക്ലാസ്സിൽ അല്ലെ. പെട്ടെന്ന് എന്താണ് ടീച്ചർ അത് നോട്ട് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ കാഴ്ചശക്തിക്കോ അല്ലെങ്കിൽ കേൾവി ശക്തിക്കോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്താണ്, അത് ടീച്ചേഴ്സിനാണ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അങ്ങനത്തെ ഒരു പ്രത്യേക കഴിവ് ആർക്കുണ്ട്? ടീച്ചേഴ്സിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നതാണ്, കാഴ്ചയുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ നടക്കാറുണ്ട്. പിന്നെ എന്താണ്, ഒഫ്താൽമോളജിസ്റ്റ് സ്കൂളുകളിൽ വരാറുണ്ട്, കുട്ടികളെ കൺസൾട്ട് ചെയ്യുന്നു, അവരുടെ കാഴ്ച പരിശോധിക്കുന്നു, കേൾവിശക്തി പരിശോധിക്കുന്നു. ഇതൊക്കെ എന്താണ്, കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള പദ്ധതികളാണ് കേട്ടോ ഇതൊക്കെ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നേ, കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കേൾവി ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ മനസ്സിലാക്കുന്നത് ആര് തന്നെയാ? ടീച്ചേഴ്സ് തന്നെയാണ്. എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കുട്ടികളിൽ തോന്നിക്കഴിഞ്ഞാല് ഉടനെ തന്നെ എന്ത് ചെയ്യും അവര്? പാരന്റ്സിനെ ഇൻഫോം ചെയ്യും. ഓക്കെ. അപ്പൊ ആദ്യം തിരിച്ചറിയുന്നത് ആരാ? ടീച്ചേഴ്സ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ചിലപ്പോ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരുള്ളൂ. ഇപ്പൊ കുട്ടിയുടെ ആദ്യം തന്നെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്താ, അവന്റെ ജനറൽ അപ്പിയറൻസ് എങ്ങനെയാണെന്ന് നോക്കണം. ഓക്കെ. ഇനി ബോഡി സ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ ഇന്നത്തെ സൊസൈറ്റിയിൽ എന്ന് പറഞ്ഞാൽ. ഒബീസിറ്റി കൂടി വരുന്ന ഒരു ടൈമാണ് അല്ലെ. അതായത് കുഞ്ഞുങ്ങളിൽ പൊണ്ണത്തടി, ഒബീസിറ്റി കൂടി വരുന്ന ഒരു ടൈമാണ്. കാരണം ഫാസ്റ്റ് ഫുഡാണ് കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. സിറ്റീസിലൊക്കെ ആണെങ്കിൽ അച്ഛനും അമ്മയും ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ്, വീട്ടിൽ ആരും ഇല്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അല്ലെ. സ്കൂളിൽ നിന്ന് നേരെ വരുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലാറ്റിൽ ഇരിക്കുന്നു, ഫുഡ് ഓർഡർ ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, പാരന്റ്സ് തിരിച്ചു വരുമ്പോൾ വേറെ ചില ഫുഡ്സ് കൊണ്ടുവരുന്നു, അത് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇത് തന്നെ ഒരു എന്താ, അവരുടെ ഒരു ലൈഫ് സ്റ്റൈലേ ചേഞ്ച് ആണ്. കാരണം നാട്ടിന് പുറത്തുള്ള ഭക്ഷണക്രമങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ, ഒരു നല്ലൊരു ഫുഡ് പ്ലാൻ അല്ല കുട്ടിക്ക് കൊടുക്കുന്നതെങ്കിൽ എന്താണ്, കുട്ടിക്ക് ശരീരം, അതായത് അവരുടെ സ്ട്രക്ചറിലെ വ്യത്യാസം വരും. ഓരോ കുട്ടിക്കും എന്താണ്, അവരുടെ ഹൈറ്റ് അനുസരിച്ചും അല്ലെങ്കിൽ അവരുടെ ഏജ് അനുസരിച്ചും എന്താണ് ഓരോരോ ഇതുണ്ട്, വെയിറ്റ് വരുന്നുണ്ട്. അപ്പോ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് എന്താണ്, ഒബിസിറ്റി കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോ സാധാരണ ഇപ്പൊ ഒരു 10 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അവൻ എത്രയാണോ അവന്റെ ആ ഒരു ഏജിലുള്ള ആ ഒരു വെയിറ്റ് വരുന്നത്, അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര വയസ്സാണുള്ളത് അതിനനുസരിച്ചിട്ടുള്ള നോർമൽ വെയിറ്റ് ആണോ അവന്റേതെന്ന് നോക്കുക. നോക്കിയിട്ട് എന്താ പറയാ, നമുക്ക് അതായത് കുട്ടി ഇപ്പൊ ചില കുട്ടികളുടെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, അതായത് ഈ ഒരു ഒബീസിറ്റി പോലെ തന്നെ, അതായത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും കുഞ്ഞുങ്ങള് ധാരാളം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അതായത് പ്രോബ്ലംസ്, ഇതുപോലെ പൊണ്ണത്തടി അങ്ങനെയുള്ള കാര്യങ്ങൾ. പൊണ്ണത്തടി മാത്രമല്ല, അങ്ങനെയുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള
മടി ഉണ്ടാകും. ഓക്കെ, അതായത് കോൺസെൻട്രേഷൻ കുറവുണ്ടാകും. അതുപോലെ എപ്പോഴും ക്ഷീണമായിരിക്കും, എപ്പോഴും കിടക്കണമെന്ന് പറയും. അതായത് വല്ലാത്തൊരു മടുപ്പും കാര്യങ്ങളും തോന്നും എപ്പോഴും കുട്ടികൾക്ക് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താ, ചിലപ്പോ കുട്ടി എന്താ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന കുട്ടിയാണെങ്കിൽ എന്താണ്, ഇവർക്കറിയില്ല കുട്ടി എപ്പോഴേക്കാ ഭക്ഷണം കഴിക്കുന്നത്. ചിലപ്പോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും അച്ഛനും അമ്മയും പോയിട്ടുണ്ടാവുക. അപ്പൊ ഇവരുടെ വിചാരം എന്താ, കുഞ്ഞിവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, അതിന് പകരം അതിന് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് കുഞ്ഞിനിങ്ങനെ തടി വെക്കുന്നതെന്ന് ചില മാതാപിതാക്കൾ കരുതും. പക്ഷെ എന്താ, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കൺസൾട്ട് ചെയ്ത ശേഷം ഡോക്ടർ പറയാണ് ഇന്ന് ചില ടെസ്റ്റുകൾ ചെയ്ത് നോക്കൂ, നമുക്ക് നോക്കാം എന്ന് പറയൂ കേട്ടോ. അങ്ങനെ നോക്കാന്ന് പറയുമ്പോ എന്താ, നമ്മൾ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് കുട്ടിക്ക് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് അറിയുന്നേ, കുട്ടിക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിയുന്നത്. അപ്പൊ എന്താ, അതൊരു വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടിയാണെങ്കിൽ തടി വെച്ചുകൊണ്ടേയിരിക്കും. തൈറോയിഡ് എന്ന് പറയുന്നത് എന്താ, ഹോർമോണൽ ഇതാണല്ലേ, നമ്മുടെ തൈമസ് അല്ലെ, നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് വളർച്ചാ ഹോർമോണാണ്. കുട്ടികളുടെ വളർച്ചയെ പ്രധാനമായിട്ടും ബാധിക്കുന്ന എന്താണത്, തൈറോയിഡ് എന്ന് പറയുന്നത്. ആ തൈറോയിഡ് ബാധിച്ച ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി എന്താ, നാൾക്ക് നാൾ നീളെ എന്ത് ചെയ്യും, വണ്ണം വെച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്താ, പ്രോപ്പർ ആയിട്ടുള്ള സപ്ലിമെന്റ് അകത്ത് ചെല്ലാതെ അവന്റെ തടി കുറയില്ല അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായാലും സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായാലും നാൾക്ക് നാൾ എന്താണ്, ഇങ്ങനെ വണ്ണം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, തടി ഇങ്ങനെ കൂടി, വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉടനെ തന്നെ എന്താണ്, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ആവശ്യമായിട്ടുള്ള അഡ്വൈസ് സ്വീകരിക്കുക. അതുകൂടാതെ ഡോക്ടർ എന്താണോ പറയുന്നത്, ഇപ്പൊ എന്താണ്, ഫുഡ് പ്ലാനിൽ മാറ്റം വരുത്താൻ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് എക്സസൈസും വർക്കൗട്ടും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഒരു 60 കിലോ അല്ലെങ്കിൽ 58 കിലോ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരു 20 കിലോ കുറച്ചിട്ടാണ് ഡോക്ടർ ചെല്ലാൻ പറയുവാണെങ്കിൽ ഇത്ര ദിവസം കൊണ്ട്, അതായത് ഭയങ്കരമായിട്ട് വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യണം എന്നല്ല പറയുന്നത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എന്താണ്, കുറച്ചീച്ചെ അവന്റെ ലൈഫ് സ്റ്റൈലില് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നോക്കുക. അവന്റെ ഭക്ഷണക്രമം എന്ന് പറയുന്നത് ആദ്യം തന്നെ ചേഞ്ച് ആക്കാനായിട്ട് നോക്കുക. അവന് കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് പോർഷൻസ് ആയിട്ട് കൊടുക്കുക. കൂടുതലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തുക. ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും കൂടുതലായിട്ട്. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇപ്പൊ ചിക്കനിലോ, അല്ലെങ്കിൽ എന്താണ്, ചിക്കൻ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല കേട്ടോ, ഫിഷിലോ അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും ഒരു കൂട്ടത്തിൽ എന്ത് ചെയ്യുക, ഈ ഒരു വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് പിന്നെയും കുഞ്ഞുങ്ങൾ കഴിക്കും, വെജിറ്റബിൾസ് ആണ് കഴിക്കാത്തത്. അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങളും എന്ത് ചെയ്യില്ല, കഴിക്കില്ല കൂടുതലും. അപ്പൊ ഇതിനകത്തൊക്കെ എന്താണ്, നമ്മളൊന്ന് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് നോക്കുക. അതുകൂടാതെ വലിയ വലിയ എക്സസൈസും കാര്യങ്ങളും ഒന്നും ചെയ്യിപ്പിക്കാതെ ചെറിയ രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങളുടെ വെയിറ്റും കാര്യങ്ങളും എന്ത് ചെയ്യുക, കുറച്ചുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്, വെയിറ്റ് കൂടിയ അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഫാമിലിയില്? ഇല്ല, നോർമൽ ഇല്ല, നോർമൽ ഹൈറ്റിനും ഏജിനും അനുസരിച്ചിട്ടാണ് വെയിറ്റ് വരുന്നത് ആണോ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ആണ്. ഓക്കെ, അപ്പോ ബോഡി സ്ട്രക്ചർ നമ്മൾ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് അവരുടെ ബോഡി സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുവാണെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വൈസുകളും മറ്റും റിസീവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പൾസ് റെക്കോർഡിംഗ് ആണ് കേട്ടോ. കുഞ്ഞുങ്ങളുടെ പൾസ് എന്ത് ചെയ്യണം, നമ്മള് ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. ഇനി ടെമ്പറേച്ചർ മെഷർമെന്റ്, കുട്ടി എന്തെങ്കിലും വയ്യാതായിരിക്കുന്ന സമയത്താണെങ്കിലോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു ക്ഷീണമോ മറ്റോ കുട്ടിക്ക് അനുഭവപ്പെടുവാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മള് ടെമ്പറേച്ചർ മെഷർമെന്റ് നടത്താം. അതുപോലെ തന്നെ ഹൈറ്റും വെയിറ്റും നോർമൽ ആയിട്ടാണോ വരുന്നത് നോക്കുക, ഏജിനനുസരിച്ചിട്ടുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ റെസ്പിറേറ്ററി റേറ്റ് നമ്മള് കുഞ്ഞുങ്ങളുടെ നോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചെസ്റ്റ് ആൻഡ് അബ്ഡോമിനൽ എക്സാമിനേഷൻ, ചില കുഞ്ഞുങ്ങൾക്ക് കഫ് പോലുള്ള കാര്യങ്ങളുണ്ടാവും, കഫക്കെട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് വയറുവേദനയോ ഇടയ്ക്കിടയ്ക്കുള്ള വയറുവേദന ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞെന്നിരിക്കും. ചിലപ്പോൾ നമ്മളത് കാര്യമൊന്നും ആക്കൂല. ഇടയ്ക്കിടയ്ക്ക് നിരന്തരമായിട്ട് വയറുവേദന അല്ലെങ്കിൽ നെഞ്ചുവേദനയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അബ്ഡോമിനൽ സ്കാൻ അല്ലെങ്കിൽ അബ്ഡോമിനൽ എക്സാമിനേഷൻ നടത്താം. അല്ലെങ്കിൽ ചെസ്റ്റ് എക്സാമിനേഷൻ ഒക്കെ എന്ത് ചെയ്യാം,
നമുക്ക് നടത്തേണ്ടതായിട്ട് വരും. അതുകൂടാതെ അവരുടെ കഴുത്തിന്റെ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നെക്ക് ആ ഒരു ഭാഗം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു തൈറോയിഡിന്റെ ഒരു ഫംഗ്ഷൻ, അതായത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ഇരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് അല്ലെ. തൈറോയിഡുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അതായത് ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു അസാധാരണമായിട്ടുള്ള ഒരു വളർച്ചയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാണുവാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ അവരുടെ ഐ, അതായത് അവരുടെ കണ്ണുകള്, ഐസ് നമ്മൾ ഒബ്സർവ് ചെയ്യണം. കുട്ടിക്ക് ശരിയായ രീതിയിലുള്ള കാഴ്ചശക്തിയാണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നിങ്ങൾ നോക്കുന്നത്. അത് പെട്ടെന്ന് മനസ്സിലാവും, കാരണം ബുക്ക് വായിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോ ബുക്ക് വായിക്കുമ്പോൾ കുഞ്ഞ് തപ്പിയാണ് ബുക്ക് വായിക്കുന്നെങ്കിൽ എന്താ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, കുട്ടിക്ക് എന്താ കാഴ്ചക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്. അല്ലെങ്കിൽ പറയാണ് അമ്മ എനിക്ക് അകലെ നിന്നുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല, അടുത്തുള്ളത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ പറയും അടുത്തുള്ളത് കാണാൻ പറ്റില്ല, അകലെയുള്ളതേ കാണാൻ പറ്റുന്നുള്ളൂ എന്ന് പറയും. ഓക്കെ, ഇപ്പൊ രണ്ടു തരത്തിലുണ്ട്. അപ്പൊ എന്താണ് കുഞ്ഞിന് എന്താണ് കണ്ണിനുള്ള പ്രശ്നം, കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാല് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്, കണ്ണുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് കുഞ്ഞിന് വരുവാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഇനി ചെറിയ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് അത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുക. കാരണം കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ മുന്നിൽ പഠിക്കാനിരിക്കുന്നത് നിങ്ങളുടെ മുന്നിലാണ് അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഒരാളെ നിങ്ങൾ ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പാരന്റ്സിന് എന്ത് ചെയ്യണം, ഉടനെ തന്നെ വിവരം അറിയിക്കണം, ഇൻഫോർമേഷൻ പാസ് ചെയ്യണം. അതുപോലെ തന്നെ ചെവിയുമായി ബന്ധപ്പെട്ട്, ഇയേഴ്സുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുടെ കേൾവിശക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ എത്ര ഉറക്കെ കുഞ്ഞുങ്ങളോട് സംസാരിച്ചാലും കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോ കേൾക്കാൻ സാധിച്ചെന്ന് വരില്ല. ആന എന്ന് പറയുന്നത് ചിലപ്പോ അവര് ആമാന്നായിരിക്കും കേൾക്കുന്നത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, പാരന്റ്സിനെ ഇൻഫോം ചെയ്യണം. അതുപോലെ തന്നെ നോസുമായി ബന്ധപ്പെട്ടുള്ള സ്മെല്ല്, അതായത് സ്മെല്ല് എന്താ പറയാ, ഈ മൂക്കിലും എന്തെങ്കിലും ഇപ്പോ സ്മെല്ലിൻ്റെതായിട്ടുള്ള സംഭവങ്ങളൊന്നും കിട്ടാത്ത കുട്ടികൾ ചിലപ്പോൾ ഉണ്ടാകാം. അതുപോലെ തന്നെ മൂക്കിന്റെ എന്താ പറയാ ഒരു നമ്മുടെ ഈ ഒരു മൂക്കുണ്ടല്ലോ അതിന്റെ ഉള്ളില് ദശ ആയിട്ട് വരുന്ന, അതായത് ഒരു കുഞ്ഞൊരു കുരുവായിട്ട് വരുന്ന ഒരു കേസുകളുണ്ട്, കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അത് ഇപ്പൊ കുറെ നാള് ഇപ്പൊ തുമ്മല്, അതുപോലെ തന്നെ എന്താണ് കഫ്, അങ്ങനെ നീണ്ടു നിൽക്കുന്ന ശ്വസിക്കാനുള്ള ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ ഉള്ള കുട്ടികൾക്ക് എന്താണ് മൂക്കിന്റെ ഉള്ളിൽ ദശ വളരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാന്ന് നോട്ട് ചെയ്യുക. പിന്നെ സംസാരത്തിലുള്ള വ്യത്യാസം, ത്രോട്ടിന്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് ചില കുട്ടികൾക്ക് കേട്ടോ. അതായത് സൗണ്ട് ചേഞ്ച് ഉണ്ടാവുക. ഓക്കെ, അതൊക്കെ ഹോർമോണിന്റെ പ്രശ്നമായിട്ട് ചിലപ്പോൾ ഉണ്ടാവുന്നതാണ്. സൗണ്ട് ചേഞ്ച് ഉണ്ടാവുക, ചില സമയത്ത് ഒച്ച വരാതിരിക്കുക സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങള്, അതൊക്കെ നോട്ട് ചെയ്യാം. പിന്നെ അതുകൂടാതെ ടീത്തുമായി ബന്ധപ്പെട്ട, പല്ലുമായി ബന്ധപ്പെട്ട പല്ലിന്, അതായത് നമ്മുടെ ടീത്തിന് യെല്ലോ കളറായിട്ടിരിക്കുക. ഓക്കെ, അതായത് കാൽസ്യത്തിന്റെ ഒക്കെ കുറവ് വരുമ്പോഴാണ് അങ്ങനെ ഒരു ഇത് വരുന്നത് കേട്ടോ. ടീത്ത് യെല്ലോ കളറായിട്ടിരിക്കുക. പിന്നെ എന്താണ് പല്ലുകൾ മുഴുവൻ എന്താണ് കേടായിട്ട് ഉള്ള ഒരു അവസ്ഥയിലായിരിക്കുക. അതൊക്കെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഹെയർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹെയർ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളുടെ ഹെയർ എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ എന്താണ് നല്ല ഷൈനിങ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കുള്ളൂ, നല്ല തിളക്കമുള്ള ഹെയർ ആയിരിക്കും. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു വന്നാണ് അല്ലെ. നമ്മുടെ ഇപ്പോഴത്തെ മുടിയും ആ മുമ്പത്തെ മുടിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഡിഫറൻസ്? ഹുസൈല തോന്നിയിട്ടുണ്ടോ? ഹുസൈല എന്താ ഡിഫറൻസ് എന്താ? എങ്ങനെ? ഞാന് നിസ്കരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിനു, ഇപ്പൊ വന്നോളൂ അല്ലെ. അതായത് ഞാനിപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു, കുഞ്ഞുങ്ങളുടെ പല്ല്, ചെവി, കാഴ്ച, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോ ഹെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പറയും. അതായത് കുഞ്ഞുങ്ങളുടെ മുടി എന്ന് പറയുന്നത് എന്താണ്, ചെറുപ്പത്തിലെ നല്ല തിളക്കമുള്ളതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. നല്ല ഷൈനിങ് ആയിരിക്കും അല്ലെ കാണാനായിട്ട് കുഞ്ഞുങ്ങളുടെ മുടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളും എന്താണ് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് വന്നവരാണ് അല്ലെ. അപ്പൊ ഉസൈലൊക്കെ എങ്ങനെയാ ആ ഒരു എക്സ്പീരിയൻസ്? ഇപ്പോഴത്തെ മുടിയും മുമ്പത്തെ മുടിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഉസൈലയുടെ? അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്താ? അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല തന്നെ. അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അല്ലെ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ നമ്മുടെ കുഞ്ഞിക്കാലത്തെ മുടിയും അതുപോലെ ഇപ്പോഴത്തെ മുടിയും തമ്മില്? ആർക്കും ഒന്നും തോന്നിയിട്ടില്ല ഇതുവരെ? തിക്നെസ് കുറച്ച് കുറവുള്ള പോലെ ഉണ്ടാവും.
തിക്നെസ് കുറച്ച് കുറവുള്ള പോലെ തോന്നും അല്ലെ? ഓക്കെ. അതായത് ആ ഒരു കാലത്ത് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കെമിക്കലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, മുടിയിൽ എന്താ പറയാ അധികം ഷാംപൂസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ആണ് നമുക്കുള്ളത് അല്ലെ? അപ്പൊ ആ ഒരു മുടി എന്ന് പറയുന്നത് ചെറുപ്പകാലത്തിന്റെ പ്രത്യേകതയാണ്, നല്ല ഷൈനിങ് ആയിട്ടുള്ള മുടിയായിരിക്കും ഉണ്ടാവുക. ഇനി ചില കുഞ്ഞുങ്ങൾക്ക് എന്താ പറയാ റഫ് ആയിട്ടുള്ള മുടിയായിരിക്കും ഉണ്ടാവുക, അതായത് കട്ടിയായിട്ടുള്ള മുടി ഉണ്ടാവും, ഡ്രൈ ആയിട്ടുള്ള മുടിയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഹെയർ ഉള്ള കുട്ടികളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. തൈറോയിഡിന്റെ ഒക്കെ പ്രോബ്ലം വരുമ്പോൾ ഹെയറിൽ എന്താ പറയാ ഹെയർ ഒക്കെ ഡ്രൈ ആവും കേട്ടോ. അങ്ങനെ ഒരു ഇത് കണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഹെയർ എന്താ പറയാ ഡ്രൈ ആയി തീരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ മുടി നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താണ് ആകെ കൂടി അവരെ ടോട്ടൽ ആയിട്ട് എന്ത് ചെയ്യണം എന്ന് ഒബ്സർവ് ചെയ്യണം. അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ കണ്ണ്, അവരുടെ മൂക്ക്, ചെവി, പല്ല്, അതുപോലെ തന്നെ എന്താ ഈ ഒരു കഴുത്തിന്റെ ഭാഗം, പിന്നെ ഹെയർ, അതുപോലെ സ്കിൻ. സ്കിൻ എന്ന് പറഞ്ഞാൽ എന്താ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കില്ലേ അവരുടെ? ആണോ ആണോ അലീന? സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ ആണോ കുഞ്ഞുങ്ങളുടെ? അതെ, സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലെ? നമ്മൾ തൊടുമ്പോ എന്താ ഭയങ്കര മിനുസം തോന്നും അല്ലെ? നല്ല സോഫ്റ്റ് ആണല്ലേ? നമ്മുടെ സ്കിന്നും അവരുടെ സ്കിന്നും തമ്മിൽ വ്യത്യാസമില്ലേ? അതെ, ഉണ്ട് ഉണ്ടല്ലേ? ഡ്രൈ അപ്പൊ ആവും. നമ്മുടെ എന്താണ് കുറച്ച് ഡ്രൈ ആണ് അല്ലെ? അപ്പൊ കുഞ്ഞുങ്ങളുടെ സ്കിന്ന്, അതായത് അവരെ നിങ്ങൾ ടച്ച് ഒക്കെ ചെയ്യുമ്പോഴെന്താണ് അവരുടെ സ്കിൻ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടൊക്കെ ആണോ ഇരിക്കുന്നതെന്ന് എന്ത് ചെയ്യുക ചെക്ക് ചെയ്യുക. കാരണം കുഞ്ഞു പ്രായത്തിലെ കുഞ്ഞുങ്ങളുടെ സ്കിൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അതല്ല ഡ്രൈനസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യാം ഡോക്ടറെ കാണാനായിട്ട് ശ്രമിക്കുക. അതുകൂടാതെ സ്കിന്നില് എന്തെങ്കിലും അലർജീസോ എന്തെങ്കിലും പാടുകളോ എന്തെങ്കിലും റാഷസും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ എന്താണ് അതും നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ടിട്ട് അതാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ എന്താണ് നെയില്, ഓക്കെ, നഖം, കുഞ്ഞുങ്ങളുടെ നഖം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നമ്മുടെ എന്താ പറയാ ഈ നഖത്തിന്റെയൊക്കെ എന്താണ് കൂടുതൽ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെയാണ് എന്ത് അതിന്റെയൊക്കെ കുറവ് കൊണ്ട് ഡെഫിഷ്യൻസി കൊണ്ട് എന്താണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നഖത്തിന് വരാം. ഓക്കെ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള നഖമായിരിക്കും ആർക്ക് ഉണ്ടാവുക? കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ എന്താ അതൊക്കെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ വിഷനും ഹിയറിംഗ്, കുഞ്ഞുങ്ങളുടെ കാഴ്ച, കേൾവി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കറക്റ്റ് ആണോ എന്ന് നമ്മള് ചെക്ക് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ മൂവ്മെന്റും കാര്യങ്ങളും, അവരെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അവരുടെ ചലനങ്ങൾ എങ്ങനെയാണ്, നേരാവണ്ണം അവർ നടക്കുന്നുണ്ടോ, കറക്റ്റ് ആയിട്ടൊക്കെയാണ് അവർ നടക്കുന്നത്, നടക്കുമ്പോൾ എന്തെങ്കിലും എന്താണ് ഒരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റീസോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ എന്താണ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ചില സമയത്ത് കുഞ്ഞുങ്ങളുടെ യൂറിൻ സ്റ്റൂൾ എക്സാമിനേഷൻ നടത്താറുണ്ട് കേട്ടോ. ഓക്കെ, അതും കൂടി എന്ത് ചെയ്യണം നമ്മള് നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതായത് കുഞ്ഞ് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി പറയാണ്, ഇപ്പൊ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു പെയിൻ അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു ആ ഒരു എന്താ പറയാ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം കുട്ടി പറയുകയാണെങ്കിൽ യൂറിൻ ആൻഡ് സ്റ്റൂൾ എക്സാമിനേഷൻ എന്ത് ചെയ്യണം നമ്മള് നടത്തേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് കേട്ടോ. കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് കുറവ് കാണുകയാണെങ്കിൽ, അതായത് ഇതിനകത്തൊക്കെ എന്താണ് പല പല കാര്യങ്ങളിൽ എന്തെങ്കിലും കുറവ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മള് കുഞ്ഞിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പിന് എന്ത് ചെയ്യണം നമ്മള് വിധേയനാക്കണം കേട്ടോ. അതായത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ടീത്തിന് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ഹെയറിന് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ കുഞ്ഞ് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഉടനെ തന്നെ എന്ത് ചെയ്യാ നമ്മള് കുഞ്ഞിന്റെ ഹെൽത്ത് ചെക്കപ്പ് നടത്തേണ്ട ആവശ്യം ഉണ്ട്. ഓക്കെ, ഇനി ഈ ഹെൽത്ത് ചെക്കപ്പിലൂടെ നമുക്ക് എന്താ സാധിക്കുന്നേ? കുഞ്ഞുങ്ങളുടെ കാഴ്ചക്കുറവ് നേരത്തെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ് പല്ലുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കും. പിന്നെ കേൾവിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ നേരത്തെയുള്ള രോഗങ്ങളെ കണ്ടുപിടിക്കുകയും വളരെ നേരത്തെ അതിനു വേണ്ടി നമ്മൾ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു കഴിഞ്ഞാല് എന്താണ് പെട്ടെന്ന് കുട്ടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് അതായത് ഈ ഒരു ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത്
ഈ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് കുഞ്ഞിന്റെ പാരന്റ്സിന്റെയും അതുപോലെ തന്നെ സ്കൂളിന്റെയും ഡ്യൂട്ടി ആണെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് പാരന്റ്സ് മാത്രമല്ല, അതിനകത്ത് സ്കൂളും എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. അതായത് സ്കൂളിന്റെയും കൂടി ഡ്യൂട്ടിയാണ് എന്ത്, കുഞ്ഞുങ്ങളെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോ ഈ ഒരു ഡയഗ്നോസിസിന് വേണ്ടി, അതായത് രോഗത്തിന്റെ നിർണയത്തിന് വേണ്ടി, രോഗം നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാനായാലും അല്ലെങ്കിൽ എന്താണ് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അത് ട്രീറ്റ്മെന്റ് നടത്താനാണെങ്കിലും എന്താണ് ഒരു നമ്മൾ പാരന്റ്സ് ആയാലും അല്ലെങ്കിൽ സ്കൂൾ ആയാലും സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും എന്താണ് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മള് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ്? ക്ലിയർ ആണ്? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. അലീന, ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്സേ, കുഴപ്പമില്ല, മനസ്സിലായി. ഗീതു? ഇല്ല മിസ്സേ. ഇല്ല, മനസ്സിലായി. അപ്പൊ നാളെ ഇതിനെ നോട്ട് എഴുതി കൊണ്ടുവരുമോ? യെസ് മാം. നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് വന്നോട്ടോ ഇതിന്റെ. ഓക്കെ, ഹെൽത്ത് ചെക്കപ്പ് കേട്ടോ. മാം ഈ ദശയിൽ മാം പറഞ്ഞില്ലേ ദശ, ദശയുടെ പ്രോബ്ലം എനിക്ക് വന്നിട്ടുണ്ട് ചെറുപ്പത്തില്. അത്ര ചെറുപ്പല്ല, എന്നാലും ഇങ്ങനെ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെയാ വന്നത്. പറഞ്ഞിങ്ങനെ ഈ ഫുള്ള് ഇങ്ങനെ പൊടി അലർജി, പിന്നെ എന്താ ചില കാലാവസ്ഥയൊന്നും നമുക്ക് പിടിക്കില്ല, പെട്ടെന്ന് തുമ്മൽ ഇങ്ങനെ വരും. അപ്പൊ എന്താ ഫസ്റ്റ് നമ്മളിപ്പോ ഇംഗ്ലീഷ് കാണിച്ച് അവര് ഇംഗ്ലീഷിന്റെ അപ്പം നിക്കാനുള്ള മരുന്ന് തന്ന് നമ്മൾ കുടിച്ച് നിൽക്കുക ചെയ്യല്. അങ്ങനെ പിന്നെ എല്ലാരും പറഞ്ഞു ഒന്ന് ഹോമിയോ ഒക്കെ ഒന്ന് കാണിച്ചു നോക്കൂന്ന് പറഞ്ഞപ്പോ ഹോമിയോ കാണിച്ചപ്പോഴാണ് അവര് ഡോക്ടർ പറഞ്ഞു ഒന്ന് ടെസ്റ്റ് ചെയ്തോക്കെ. ടെസ്റ്റ് ചെയ്തപ്പോ പറഞ്ഞു ചെറുതായിട്ട് ദശ വരുന്നുണ്ട്, അപ്പൊ അതിനുള്ള മരുന്ന് കുടിച്ചാലോളൂ മാറി. അപ്പൊ 2-3 കൊല്ലം കണ്ടിന്യൂസ് മരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് മാറി അല്ലേ? ഓക്കെ. അപ്പൊ ഈ അലോപ്പതി ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചെന്ന് പറഞ്ഞല്ലോ, അവര് സർജറി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, അവരെന്നോട് ഒന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു ഈ പൊടീന്റെ അലർജി ആയിരിക്കും, മരുന്ന് കുടിക്ക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോ കാണിക്കും, മരുന്ന് കുടിക്കും. ഓവർ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കുടിക്കേണ്ട വെച്ചിട്ട് അങ്ങനെ കാണിക്കൂലല്ലോ. നമ്മൾ എന്താ ആവി പിടിക്കും, അങ്ങനെയൊക്കെ ആയിട്ട് കുറെ ഇങ്ങനെ മാറ്റിയെടുക്കുക ചെയ്യാ. ഈ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടായിരുന്നോ? കഫിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, കഫായിട്ട് അങ്ങനെ വരില്ല. എപ്പോഴും ഇങ്ങനെ തുമ്മുക ചെയ്യുക. നമ്മള് കഫം മറ്റേ വെള്ളം പോലെ ഉണ്ടാവുക, തുമ്മിട്ട്. അപ്പൊ നമ്മൾ കാണിച്ചു. അങ്ങനെ ഹോമിയോയിലാണ് പറഞ്ഞത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. ആണല്ലേ? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല? ഇല്ല, ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് മാറി. കംപ്ലീറ്റ് ആയിട്ട് മാറി അല്ലേ? താങ്ക് യു പറഞ്ഞത്. ഇനി കണ്ടോ, രമ്യ പറഞ്ഞോ, നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു രോഗം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഡയഗ്നോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇനി ട്രീറ്റ്മെന്റ് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ആരും? അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും? ഇപ്പോ രമ്യ പറഞ്ഞില്ലേ മൂക്കില് ദശ, ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, രമ്യക്ക് അത് ഉണ്ടായിരുന്നു. എന്റെ കാര്യമാണ് ഇപ്പൊ, ആ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. നിങ്ങൾ എന്താണ്, ഒന്നുമില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യില്? നമ്മൾ ഇങ്ങനെയാണ് ഈ ക്ലാസ് മുമ്പോട്ട് പോവാ, അല്ലാണ്ട് ഞാൻ മാത്രമല്ല ഇങ്ങനെ. ഹലോ മിസ്സേ, എനിക്ക് ഇപ്പോൾ തൈറോയ്ഡ് ഉണ്ട്. തൈറോയ്ഡ് ഉണ്ട് അല്ലേ? ഓക്കെ. ഇപ്പൊ എത്ര നാളായി മരുന്ന് കഴിക്കുന്നേ? 2 years. 2 years ആയല്ലേ? ഓക്കെ. അത് അപ്പോ കണ്ടിന്യൂ ചെയ്ത് കഴിക്കണോ? കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരുമോ? ഡോക്ടർ എന്താ പറയുക? ഹോമിയോ ആണ്. അപ്പം അതിന് ചെറിയ എന്താ കുറെയൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പൊ ഓരോന്ന് കഴിക്കരുത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഹോമിയോയില് പ്രത്യേകം ഉണ്ടല്ലോ. അലോപ്പതിയെക്കാളും കൂടുതൽ ഇത് ഹോമിയോയിലുണ്ടല്ലോ. എന്താ അപ്പോ ഹോമിയോ കാണിക്കാൻ കാരണം എന്താ? ഇംഗ്ലീഷ് മരുന്ന് കാണിക്കാതെ അലോപ്പതി? അത് ഇംഗ്ലീഷ് മരുന്നാവുമ്പോ അതല്ല മെയിൻ പ്രശ്നം. മെയിൻ കാരണം എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഹോമിയോ ഡോക്ടറാണ്. അപ്പം അങ്ങനെ പോയതാണ്. വ്യത്യാസമുണ്ട് അത് കഴിച്ചു തുടങ്ങിയപ്പോൾ? അത് ഇച്ചിരി ഹൈ ആയിരുന്നു. അപ്പൊ ഭയങ്കരമായിട്ട് അങ്ങ് എന്താ വണ്ണമൊക്കെ വെച്ചു, ശരീരമൊക്കെ അങ്ങ് നീര് വെച്ചു, ഇങ്ങനെയൊക്കെയായിരുന്നു.
ഓ ഓ. തൈറോയ്ഡ് കുറവായിരുന്നോ അല്ലെങ്കിൽ കൂടുതലായിരുന്നോ? കൂടുതലായിരുന്നു. കൂടുതലായിരുന്നു അല്ലേ? ഓക്കെ ആ, ഓക്കെ ഓക്കെ. ഉം. ഇനി ഗീതു, എനിക്കും മാം തൈറോയ്ഡ് ഉണ്ട്. തൈറോയ്ഡ് ഉണ്ട് അല്ലേ? ആ, അത് ഓക്കെ. മോളെ പ്രഗ്നൻസി ടൈമിൽ വന്നതാ. 6 years ആയി. ആ ഓ ഓ 6 years ആയല്ലേ? ഓക്കെ. ആ, ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇപ്പോഴ് ചെക്ക് ചെയ്യും. ഓരോ 6 month കൂടുന്തോറും ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ നോർമലാ കാണാറ്. അപ്പൊ ആണല്ലേ? അങ്ങനെ നോർമൽ ഉണ്ടാകുമ്പോ അങ്ങനെ ടാബ്ലറ്റ് അങ്ങനെ കഴിക്കാറില്ല. കഴിക്കാറില്ല അല്ലേ? ഓക്കെ ഉം. ഓക്കെ. എന്തെങ്കിലും സിംറ്റംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? അങ്ങനെയൊന്നും ആ, ഇല്ലല്ലോ, പ്രശ്നമൊന്നും ഇല്ല ഇല്ല, ഇല്ലല്ലോ. നല്ല ഹൈ ഒന്നും ആയിട്ടില്ല. എനിക്ക് ആ ചെറിയൊരു വേരിയേഷനേ ഉണ്ടായിട്ടുള്ളൂ. ചെറിയൊരു കൂടുതൽ, അത്രയേ ഉള്ളൂ. ഓക്കെ. സൈന, സൈന എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ഓക്കെ. ഫാമിലിയിൽ ആർക്കും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ അല്ലേ? ഫാമിലിയില് അമ്മയ്ക്കൊക്കെ ഉണ്ട്, തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്. തൈറോയിഡിന്റെ പ്രശ്നമോ? ആ ഉണ്ട്. ഓ ഓക്കെ ഓക്കെ. അലീന, ഇല്ല മിസ്സേ, അങ്ങനെ ആർക്കും അങ്ങനെ പ്രത്യേക കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. ഈ ഓക്കെ. തൈറോയ്ഡ് ഒക്കെ തന്നെ നോർമലായിട്ട് അമ്മയ്ക്കൊക്കെ ഉള്ളത് അതൊക്കെ തന്നെ, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇല്ല ഇല്ല. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണല്ലോ നിങ്ങൾ, എന്തെങ്കിലും ഒരു കാര്യത്തിന് ടീച്ചേഴ്സ് വിളിക്കുകയോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു ഡയഗ്നോസിസും കാര്യങ്ങളും അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഇല്ല മാം. കുഞ്ഞിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേൾവിയുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല അല്ലെ? ഓക്കെ. ധന്യ, ഇല്ല മാം, പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല. ഇല്ല. രാഖി, ഇല്ല. ഓക്കെ. എക്സ്പീരിയൻസും കാര്യങ്ങളും ഒന്നും ഇല്ല ആർക്കും തന്നെ. ഓക്കെ, ശരി. ഇനി നിങ്ങള് ഈ ഒരു സ്ലൈഡില് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇതൊന്ന് വായിക്കുക കേട്ടോ. മിസ്സേ, ഒരു ഡൗട്ട്. ആ മിസ് പറഞ്ഞില്ലേ ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചിട്ട് എഴുതണമെന്ന് പറഞ്ഞില്ലേ ആ നോട്ട്സ്? അത് ഓരോ സബ്ജക്റ്റിനെ കുറെ ബോഡി സ്ട്രക്ചർ അങ്ങനെ അതിനെ കുറിച്ചിട്ടാണോ എഴുതണ്ടേ അതോ? അതായത് ഞാനിപ്പോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നില്ലേ, അത് ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾ ആ, ലെക്ചർ നോട്ട് എഴുതി എടുക്കുന്നില്ലേ ഞാൻ പറയുമ്പോൾ? വെറുതെ ആ, കേട്ടിരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല ലെക്ചർ അത് നോട്ട് തന്നെയാണോ? എഴുതുന്നുണ്ട്. ആ, ആ, ലെക്ചർ നോട്ട് എഴുതുന്നുണ്ട്. ആ പോയിന്റ്സ് നോക്കുക. കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. ആ, സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നോട്ട് തയ്യാറാക്കുക. ഓക്കെ. ആ, അതായത് നിങ്ങൾ തനിച്ച് വേണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് വേണം ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ആരുടെ ശരി. സഹായം വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം, തനിയെ ചെയ്യണം. കാരണം എന്താ, നിങ്ങൾ പഠിപ്പിക്കാനുള്ളവരാ, ടീച്ചേഴ്സ് ആണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം, ഇതൊക്കെ എന്താണ് അതാ ഞാൻ ചോദിച്ചത്. ഹെഡിങ് ലൈൻ ആയിട്ട് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും ജനറൽ അപ്പിയറൻസ്, ബോഡി സ്ട്രക്ചർ അങ്ങനെ വേണോ എന്നാണ് ഞാൻ അങ്ങനെയില്ല. ചോദിച്ചത്. ഞാൻ എത്ര സെന്റൻസാ പറഞ്ഞ, 15 to 20 അല്ലേ പറഞ്ഞേ? 50 to 20. അതിനകത്തുള്ളത്, അതായത് ഈ ബോഡി അതിനകത്തൊക്കെ അത് വേണം. അങ്ങനെ ആ, വേണ്ടതെല്ലാം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടണം. പിന്നെ ആ, എന്താണ്, നമുക്ക് എന്താ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങി ഒരു കണ്ടന്റ്, ആ, ഒരു കൺക്ലൂഷൻ, ആ. അങ്ങനെയുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് സേഫ്റ്റി കേട്ടോ. ഒന്ന് എല്ലാവരും ഒന്ന് കണ്ണടച്ച് സോറി, മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. കോൺസെൻട്രേഷനോട് കൂടി വായിച്ചിട്ട് എന്ത് ചെയ്യാം, മൈൻഡിൽ റീഡ് ചെയ്യാം കേട്ടോ.
ഓക്കെ, റീഡ് ചെയ്തോ? ചെയ്തോ? എല്ലാരും റീഡ് ചെയ്തോ? ചെയ്തു മാം. ചെയ്തല്ലേ? എന്താ പറയുന്നേ അതിനകത്ത്? എന്താ പറയുന്നത് രാജി? ആ ഒരു പാരഗ്രാഫിൽ എന്താ പറയുന്നേ? സേഫ്റ്റിയെ കുറിച്ചിട്ടാണ്. അതായത് കുട്ടികള് ഇപ്പോ മെഡിസിൻ കഴിക്കുന്നതിനെ കുറിച്ചിട്ടും പിന്നെന്താ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പം പെട്ടെന്ന് ഓടിച്ചെന്ന് മരത്തിലൊക്കെ കയറുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് വീഴും അല്ലേ? അപ്പൊ അതിനെ കുറിച്ചിട്ട്, പിന്നെ ഇലക്ട്രിക് വയറ് കറണ്ടിനൊക്കെ പിടിക്കുക, അതിനെ കുറിച്ചിട്ട്, പിന്നെന്താ അങ്ങനെയുള്ള കുറച്ച് സേഫ്റ്റി ആയിട്ടുള്ള നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഗ്ലാസ് ഒക്കെ എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുക, അപ്പൊ അതിന്റെ ചില്ലൊക്കെ കൊണ്ട് കൈമുറിയും. അപ്പം അതിനെ കുറിച്ചിട്ട്, പിന്നെ തറയില് വാട്ടർ, ഓയില് അതൊക്കെ വീഴാതെ, അതിലൊക്കെ തെന്നി വീഴാതെ നോക്കാനായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതിന്റെ ഫസ്റ്റ് എയ്ഡ് ഉള്ള കാര്യങ്ങൾ. ഓക്കെ, ശരിയാണ്, രാജി പറഞ്ഞത് ശരിയാണ് അല്ല. അതായത് നമ്മള് കുഞ്ഞുങ്ങള് വീട്ടിലായിരുന്നാലും, അതായത് നമ്മുടെ വീടുകളില് വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളായാലും, അല്ലെങ്കിൽ എന്താണ് സ്കൂളില് പഠിക്കുന്ന കുഞ്ഞുങ്ങളായാലും, എന്താണ് എല്ലാരും എന്താ കൂടുതൽ സമയം രാത്രി പകലൊക്കെ എന്താണ് വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലെ? അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ വെക്കേഷൻ ടൈമാണ് കൂടുതൽ എന്താണ് കുഞ്ഞുങ്ങൾ വീടുകളിൽ തന്നെയാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് നമ്മള് പ്രത്യേകം എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ട് നമ്മള് ശ്രദ്ധ കൊടുക്കണം. ഉസൈല പറഞ്ഞോളൂ. എക്സിറ്റ് അടിച്ചോട്ടെ, എനിക്ക് ഭയങ്കര തലവേദന. രാവിലെ പുറത്തു പോയതാണ്, ഓക്കെ, ക്ലാസ് കണ്ടാ മതി. ഇപ്പൊ വന്നതേ. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ മരുന്നുകള്, അതുപോലെ അല്ലെ മെഡിസിൻസ്, അതുപോലെ തന്നെ കെമിക്കൽസ്, അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക? കുട്ടികൾക്ക് നമ്മൾ അവൈലബിൾ ആക്കാതെ നോക്കുക. ഓക്കെ, ഇപ്പൊ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ എന്താണ്, ഇപ്പൊ 1.5-2 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള മക്കളൊക്കെ ആണെങ്കിൽ എന്താണ്, അവരെന്താ ഓടിച്ചാടി നടക്കുന്ന പ്രായമാണ് അല്ലെ? ഓക്കെ, നമ്മൾക്ക് എന്താണ് പെട്ടെന്ന് അവരെന്ത് ചെയ്യാൻ പറ്റില്ല, പിടിക്കാനൊന്നും പറ്റില്ല പെട്ടെന്ന്. അപ്പൊ ഒരു താഴെപ്പ നമ്മുടെ വീടുകളിലുള്ള താഴെയുള്ള കബോർഡിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അലമാരകളിലൊക്കെയാണ് നമ്മള് മരുന്നുകളും കെമിക്കൽസും ഒക്കെ സൂക്ഷിക്കുന്നതെങ്കിൽ എന്താണ്, അത് ഡേഞ്ചർ ആണ് അല്ലെ? കുഞ്ഞുങ്ങൾ അത് ചെന്ന്, അവർക്കറിയില്ല അതിനെക്കുറിച്ച്, കുഞ്ഞുങ്ങൾ എന്താണ് അത് ചെന്ന് എടുക്കും, കുപ്പി തുറക്കും, എന്താണ് എടുത്തു കുടിക്കും, അല്ലെങ്കിൽ എന്താണ് അത് എടുത്തിട്ട് എന്ത് ചെയ്യും, ആ ഒരു മരുന്ന് താഴ്ത്തു വീഴ്ത്തും. ചിലപ്പോ ഓയിലൊക്കെ ആണെങ്കിൽ എന്താണ് കുഞ്ഞ് തെന്നി വീഴാനുള്ള ചാൻസസ് വരെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? നിങ്ങൾക്കറിയാം ഇതൊക്കെ, നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അപ്പൊ കുഞ്ഞുങ്ങളുടെ കൈ എത്തുന്ന രീതിയിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അതൊന്നും അലമാരകളിലോ അല്ലെങ്കിൽ കബോർഡുകളിലോ ആയിട്ട് നമ്മള് വെക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ മെഡിസിൻസ് ആണെങ്കിലും കെമിക്കൽസ് ആണെങ്കിലും എന്താണ് അവരുടെ കയ്യിൽ എത്താത്ത രീതിയിൽ, അല്ലെങ്കിൽ എന്താണ് അവർ കയ്യെത്തി പിടിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യണം, നമ്മളത് സ്റ്റോർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ഒരു പോർഷനിൽ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുക. കുഞ്ഞുങ്ങളുള്ള വീടുകളാണെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ ടോപ്പിൽ എന്ത് ചെയ്യണം, നമ്മള് മരുന്നുകളും കെമിക്കൽസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മള് സ്റ്റോർ ചെയ്യണം. അതുപോലെ തന്നെ ഇലക്ട്രിക് വയറുകൾ നമ്മൾ ഇൻസുലേറ്റ് ചെയ്ത് സൂക്ഷിക്കണം കേട്ടോ. അതായത് വീടുകളിലൊക്കെ ആകുമ്പോൾ എന്താണ് ഇലക്ട്രിക് വയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്ത് ചെയ്യാണ്, കുഞ്ഞുങ്ങൾ പെട്ടെന്ന് എന്താണ് അതൊന്ന് കയറി പിടിക്കാതിരിക്കാനോ മറ്റെന്തെങ്കിലും ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ എന്ത് ചെയ്യണം, നമ്മള് ഇൻസുലേറ്റ് ചെയ്ത് നമ്മള് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ കിച്ചണിന്റെ ആ ഒരു ഏരിയയിലൊക്കെ എന്താണ് ഗ്ലാസോ അങ്ങനെ എന്താണ് കുപ്പിയോ, അതായത് ചില്ല് ടൈപ്പുള്ള ഗ്ലാസോ കുപ്പിയോ ഒക്കെ എന്താണ് നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കൈ തട്ടിയോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ തന്നെ കൈ തട്ടിയോ എന്താണ് ചിലപ്പോൾ അതൊക്കെ താഴെ വീഴാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങൾ ഉള്ള വീടാണെങ്കിൽ എന്താണ് അവർ പെട്ടെന്ന് തന്നെ ഓടി വരികയോ എന്താണ് ഈ ഒരു ചിലപ്പോ അവരുടെ കാലുമ കുത്തിക്കയറാം, അല്ലെങ്കിൽ അവർ കൈകൊണ്ട് എടുക്കാനായിട്ട് ശ്രമിക്കാം. ഇതൊക്കെ എന്ത് തന്നെയാണ്,
ഡേഞ്ചർ തന്നെയാണ് അല്ലെ. അപ്പൊ എന്തെങ്കിലും ഗ്ലാസോ മറ്റോ കാര്യങ്ങളൊക്കെ പൊട്ടിക്കഴിഞ്ഞാല് ഉടനെ തന്നെ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് മാറ്റാനായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ വീടുകളിൽ ചിലപ്പോ ഇപ്പൊ എല്ലാ വീടുകളും എന്ത് തന്നെയാ, ടൈലുള്ള വീടുകൾ, ടൈൽ വീടുകളാണ് അല്ലെ, എല്ലായിടത്തും എന്താ ടൈല് വിരിച്ചു വെക്കുക. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാല് വെള്ളം എന്തെങ്കിലും സാധനമൊക്കെ വീണ് കഴിഞ്ഞാൽ എന്താണ്, തെന്നിപ്പോവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പൊ കുഞ്ഞുങ്ങളുള്ള വീടുകളാണെങ്കിൽ തറയില് എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ എന്താണ് മണ്ണെണ്ണയോ അങ്ങനെയുള്ള സാധനങ്ങളോ വീഴുമ്പോ, വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഴുമ്പോൾ അത് ഉടനെ തന്നെ നമ്മള് എന്താ പറയാ, ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കുഞ്ഞ് പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, കുഞ്ഞിന്റെ കൈ ഒന്ന് മുറിയോ അല്ലെങ്കിൽ എന്താണ് കുഞ്ഞിന്റെ തലയൊന്ന് ഇടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, കുഞ്ഞിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് നമ്മള് ശ്രമിക്കണം. ഓക്കെ. ഇനി കുറച്ചും കൂടി വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ, കുറച്ചും കൂടി ഒരു 10, 12, 13 ആ വയസ്സുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ എന്താണ്, കുഞ്ഞുങ്ങൾക്ക് ഡേഞ്ചർ ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളും നമ്മള് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പൊ ഏത് സമയവും എന്താണ്, കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ആണ് അല്ലെ. മൊബൈൽ ഫോണിൽ, അതായത് പാരന്റ്സ് ജോലിക്ക് പോകുന്നവരാണെങ്കിലും മൊബൈൽ ഫോൺ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നത്. അവരുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം കുട്ടി ഓഫീസിൽ ഇരുന്ന അച്ഛനമ്മയ്ക്ക് എന്ത് ചെയ്യാം, കുഞ്ഞിനെ വിളിക്കാം, വീഡിയോ കോൾ ചെയ്യാം, കുഞ്ഞിനെ കാണാം. ആ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ ഒരു മൊബൈൽ ഫോൺ കൊടുത്തിട്ട് പോകുന്നത്. പക്ഷെ അറിയില്ല എത്ര കുഞ്ഞുങ്ങളാണ് എങ്ങനെയുള്ള ഗെയിംസ് ഒക്കെയാണ് അവര് മൊബൈലിൽ കളിക്കുന്നത്, എങ്ങനെയുള്ള വീഡിയോസ് ആണ് അവര് കാണുന്നത് എന്നൊക്കെ എന്താണ് പാരന്റ്സിന് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്തിട്ട് ഫോൺ കളിക്കാനായിട്ട് കുഞ്ഞിന് കൊടുക്കുക, അല്ലെങ്കിൽ ഫോൺ കുട്ടിക്ക് വാങ്ങി കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ആവശ്യത്തിനാണ് എല്ലാം വേണ്ടത് അല്ലെ. അപ്പൊ അപകടം ഡേഞ്ചർ ആയിട്ടുള്ള, ഇപ്പൊ നമുക്കറിയാം തമിഴ്നാട്ടിലൊക്കെ പബ്ജി കളിച്ചിട്ട് ഒരു കുഞ്ഞ് തൂങ്ങി മരിക്കുകയുണ്ടായി അല്ലെ. നമുക്ക് അറിയാം ഒരു സൂസൈഡ് ചെയ്യുകയുണ്ടായ ഒരു കുട്ടി, 12, 13 വയസ്സുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു, തമിഴ്നാട്ടില് 2 കൊല്ലം മുമ്പ് ആണ് തോന്നുന്നു. അതായത് അങ്ങനെയുള്ള ഡേഞ്ചർ, കാരണം അത് അച്ഛനമ്മ അറിയുന്നില്ല, ഓഫീസിൽ അവർ പോകുന്നു, അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നു, ഇതൊന്നും അവർ കാര്യമാക്കുന്നില്ല. ലാസ്റ്റ് കുട്ടി സൂയിസൈഡ് ചെയ്ത് കഴിയുമ്പോഴാണ് എന്താ അറിയുന്നത്, ഇങ്ങനെയുള്ള പബ്ജി എന്ന് പറയുന്ന ഒരു ഗെയിം ആയിരുന്നു കുട്ടി കളിച്ചിരുന്നത്. കുഞ്ഞിന്റെ മരണ കാരണം തന്നെ ആ ഗെയിം ആണെന്ന് അറിയുന്നത്. ഇതൊക്കെ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകളാണ് കേട്ടോ. അപ്പൊ വീഡിയോ ഗെയിമും കാര്യങ്ങളും, ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കേണ്ടെന്നല്ല പറയുന്നേ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അവരെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് വേണം ഇതൊക്കെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ പടക്കങ്ങളും മറ്റും, അതായത് ഇപ്പൊ നമ്മള് ദിവാലി ആഘോഷിക്കുകയോ അല്ലെങ്കിൽ വിഷു ആഘോഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എന്താണ്, പടക്കം എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് അല്ലെ. അപ്പൊ കുഞ്ഞുങ്ങള് എന്താണോ അവരുടെ പ്രായം അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ നോക്കുക, അത് കൊടുക്കാനായിട്ട് നോക്കുക. ചിലപ്പോ കമ്പിത്തിരി കത്തിക്കാനായിരിക്കും ചിലപ്പോ മത്താപ്പൂ കത്തിക്കാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കാനായിരിക്കും ഇഷ്ടം. പക്ഷെ അവരുടെ പ്രായത്തിനനുസരിച്ച് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കുഞ്ഞുങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മള് ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട് കേട്ടോ. അതായത് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. കുറച്ചല്ല, അത് ചിലപ്പോ കണ്ണില് തെറിച്ചെന്ന് വരാം, ചിലപ്പോ വായി പോയിന്ന് വരാം, ചിലപ്പോ കുട്ടി പേടിച്ചെന്നിരിക്കാം. ഓക്കെ. ഇപ്പൊ ഫിക്സ് ഒക്കെ വന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ്, ഇതൊക്കെ ശബ്ദം കേൾക്കുമ്പോ എന്താ അവര് വല്ലാതെ പേടിക്കും. അപ്പൊ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ശ്രദ്ധിക്കണം. അതൊക്കെ എന്ത് ചെയ്യാ, അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മള് നോക്കണം. അതുപോലെ തന്നെ സ്കൂളിലേക്കും, അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും വാഹനങ്ങളിലാണ് കൂടുതലും കുട്ടികൾ ഇപ്പൊ വരിക അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവിടെ, അതായത് ആ വാഹനങ്ങളിൽ എങ്ങനെയാണ്, സ്കൂൾ വണ്ടികളില് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോഴും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോഴും എങ്ങനെയാണ് ആ സെക്യൂരിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് കുഞ്ഞുങ്ങളെ തിക്കി നിറച്ചുകൊണ്ടാണോ വാഹനങ്ങളിൽ കൊണ്ടുവരുന്നത്, ഇനി സെക്യൂർ ആയിട്ടാണോ ആ ഒരു സ്കൂളിൽ നിന്ന് നമ്മുടെ വീട് വരെ എത്തുന്നതെന്ന് എന്ത് ചെയ്യാൻ നമ്മളൊന്ന് അന്വേഷിച്ചിട്ട് വേണം അവർക്ക് എന്ത് ചെയ്യാൻ, വണ്ടികളൊക്കെ എന്ത് ചെയ്യാൻ ഏർപ്പാടാക്കാൻ. സ്കൂളിൽ നിന്ന് വരുന്ന വണ്ടികളാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ഏൽപ്പിക്കുന്ന ഓട്ടോറിക്ഷ ആണെങ്കിലും, അല്ലെങ്കിൽ എന്താണ് വേറെന്ത് ടെമ്പോ അല്ലെങ്കിൽ ജീപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും, എന്താണ് വാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും, എത്ര പിള്ളേരെയാണ് ആ ഒരു വണ്ടിയിൽ കയറ്റുന്നത്, സുരക്ഷിതമായിട്ടാണോ അവർ വരുന്നത്, എത്ര നേരത്തിനുള്ളിലാണ് അവർ വരുന്നത്, ആ വണ്ടിയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഇപ്പൊ നമ്മള് ടീച്ചേഴ്സ് ആണെങ്കിലും എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് അവെയർ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താ, നമ്മളാണ് എന്ത് ചെയ്യുന്നത്, സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങളെ അയക്കുന്നത് അല്ലെ. അയക്കുമ്പോ എന്താണ്, കുട്ടി വീട്ടില് സുരക്ഷിതനായിട്ട് എത്തുന്നുണ്ടോ എന്നത് കൂടി എന്താണ് നമ്മള് അറിഞ്ഞിരിക്കുക. ഡ്രൈവറുടെ ഫോൺ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ.
ഇനി വേറെ ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചില കേസുകളിൽ, അതായത് കുഞ്ഞുങ്ങളെ നമ്മൾ വേണ്ട വിധം ശ്രദ്ധിക്കാത്തത് മൂലം വളരെയധികം അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതായത് വീടുകളിൽ തന്നെ ഇപ്പൊ കൊറോണ സമയത്താണെങ്കിലൊക്കെ എന്താണ് കുഞ്ഞുങ്ങൾ കൂടുതലും എവിടെയാ, വീടുകളിലാണുള്ളത് അല്ലെ. അപ്പൊ ആ സമയത്ത് തന്നെ എന്താണ് കുറേ അധികം അപകടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, വേണ്ട വിധം കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാത്തത് കൊണ്ട്. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ അതായത് അമ്മ ഉണ്ടായൊരു സംഭവമാണ് കേട്ടോ. പട്ടാമ്പിയിലാണെന്ന് തോന്നുന്നു, പാലക്കാട് പട്ടാമ്പിയിലാണ് ഈ സംഭവം ഉണ്ടായത്. 3.5 വയസ്സുള്ള കുഞ്ഞാണ്. 3.5 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് അമ്മ കുളിക്കാൻ പോവാണ് കേട്ടോ. അതായത് കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് അമ്മ പോവാണ്. വീടിന്റെ ഉമ്മറത്താണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ബക്കറ്റിൽ വെള്ളം നിറച്ചു. അമ്മ ബക്കറ്റിൽ വെള്ളം നിറച്ചു. കുഞ്ഞിനോട് പറഞ്ഞു ബക്കറ്റ് പിടിച്ചു നിൽക്കാൻ പറഞ്ഞു. അമ്മ ഇപ്പൊ വരാന്ന് പറഞ്ഞു. സോപ്പ് എടുക്കാൻ മറന്നുപോയി. സോപ്പ് എടുക്കാൻ അമ്മ അടുക്കള ഭാഗത്തേക്ക് പോയി. അമ്മ തിരിച്ചു വന്നപ്പോ കുഞ്ഞ് ബക്കറ്റിൽ കിടക്കുന്ന മരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പൊ നിസ്സാരമായിട്ടുള്ള ഒരു ശ്രദ്ധക്കുറവാണ് എന്തുണ്ടാക്കുന്നത്, അവിടെ ആ കുഞ്ഞിന് മരണം ഉണ്ടാക്കി അല്ലെ. ആരെങ്കിലും ചെയ്യോ, ബക്കറ്റ് നിറച്ചിട്ട് എന്താ ചെയ്യുക? അതായത് അവർക്ക് ആ സമയം ബോധേഡ് അല്ല അതിനെ കുറിച്ച്, കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും അങ്ങനെയൊന്നും അറിയില്ല. ചെറിയതായിട്ടുള്ള ഒരു അശ്രദ്ധയാണ് ആ കുഞ്ഞിവിടെ മരിക്കാനായിട്ട് ഇടയായത്. 3.5 വയസ്സുള്ള കുഞ്ഞാണ് കേട്ടോ. അപ്പൊ എന്താണ്, നമ്മൾ അത്രയും കാര്യങ്ങൾ, മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുഞ്ഞുങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോ കിണർ, അതായത് ഇപ്പോ മലപ്രദേശത്തൊക്കെ ആണെങ്കിൽ എന്താണ് തീരെ, അതായത് നിരപ്പിന്ന് താഴത്തേക്കുള്ള കിണറുകളുണ്ട്. അതായത് നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, മിറ്റം ഉണ്ടല്ലോ, ആ മിറ്റത്തിന്റെ ആ ഒരു പാരലൽ ആയിട്ട് വരുന്ന വായ്ഭാഗമുള്ള കിണറുകളുണ്ട്. അതായത് അടിയിലോട്ടായിരിക്കും ആഴം പോകുന്നത്, മുകളിലധികം പൊക്കം ഉണ്ടാവില്ല. അങ്ങനത്തെ കിണറുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കിണറാവുമ്പോൾ എന്താണ്, നെറ്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടാകും വായ്ഭാഗം. പക്ഷെ കുഞ്ഞുങ്ങൾ ഉള്ള വീടുകളിൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ മുറ്റത്തൊക്കെ കളിക്കുമ്പോൾ ആ വല തട്ടി എന്താണ് കുഞ്ഞുങ്ങൾ ചിലപ്പോ കിണറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുട്ടികള് അല്ലെങ്കിൽ ഒരു കുട്ടി മരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞ് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ വല തട്ടി വീണ് കിണറ്റിലേക്ക് വീണ് കുഞ്ഞ് മരിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഇപ്പോ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ നോക്കുന്നത് എന്റെ അമ്മൂമ്മയാണ്. അമ്മൂമ്മ നോക്കുമ്പോ, അതായത് പുറത്തെന്ന് പറഞ്ഞാൽ അവരുടെ നിറച്ച് വെള്ളക്കെട്ടും കാര്യങ്ങളും കൃഷി സ്ഥലമൊക്കെയാണ്. അപ്പൊ അമ്മൂമ്മ കുഞ്ഞിന്, അതായത് ഒരു 10 വയസ്സുള്ള കുട്ടിയാ, കുറച്ചും കൂടി വലുതായിട്ടുള്ള കുട്ടിയാണ്. കുഞ്ഞിന് ഭക്ഷണം എടുക്കാനായിട്ട് അടുക്കളയിലോട്ട് പോയി. തിരിച്ചു വരുമ്പോ കുഞ്ഞിനെ കാണുന്നില്ല. അവര് ലോകം മുഴുവൻ അന്വേഷിച്ചു കിടക്കുക, പോലീസിന് ഇൻഫോം ചെയ്തു, എല്ലായിടത്തും നോക്കി കുഞ്ഞിനെ. നേരം വെളുത്ത്, പിറ്റേ ദിവസം നേരം വെളുത്തിട്ടാണ് അറിയുന്നത് കുഞ്ഞെന്താ അവിടെയുള്ള അടുത്തുള്ള വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു കിടക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ എന്താണ് സംഭവങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ വേറൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതായത് ഈ പാരന്റ്സ് എന്ത് ചെയ്യും, അമ്മ എന്ത് ചെയ്യും, പറയുന്നില്ല, അമ്മമാരെന്ത് ചെയ്യും, ചിലപ്പോ ഉച്ച സമയത്തേക്ക് ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഷോളോ സാരിയോ ഒക്കെ കൊടുക്കും. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോഴെന്താ സംഭവിക്കുന്നത്, ഇവര് ചിലപ്പോ കിടന്നുറങ്ങും. കുഞ്ഞെന്ത് ചെയ്യും, ഈ ഷോള് കഴുത്തിലിട്ട് മുറുക്കും, അല്ലെങ്കിൽ സാരി കഴുത്തിനിട്ട് മുറുക്കും. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നേ, അവിടെയും എന്ത് സംഭവിക്കാം, അതും അപകടമാണ് അല്ലെ. അതായത് കുഞ്ഞിന് എന്താണ്, കുഞ്ഞിന്റെ ജീവന് ആപത്ത് വരുത്തണം, കാരണം കുഞ്ഞിന് അറിയില്ല അതെന്താണെന്ന് അല്ലെ. അപ്പൊ അവര് ചിലപ്പോ അതൊന്ന് ഇട്ട് മുറുക്കി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക, കുഞ്ഞിന് ചിലപ്പോ മരണം സംഭവിക്കാം. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ ജോലി ചെയ്യിപ്പിക്കുന്നവരുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു 10-12 വയസ്സായ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ 8, 9, 10 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ജോലി ചെയ്യിക്കും നമ്മൾ, അമ്മമാര് അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ എന്താണ് ജോലി ചെയ്യിപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് വയനാടാണെന്ന് തോന്നുന്നു. അവരുടെ ഒരു എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, മിഡിൽ ക്ലാസ്സിനേക്കാളും താഴ്ന്ന, അതായത് അധികം സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഫാമിലിയാണ്. 3 പെൺമക്കളാണ്. മൂത്ത കുട്ടിക്ക് 11 വയസ്സാണ്. ഈ മൂത്ത കുട്ടിയാണ് ഇളയ 2 കുട്ടികളെ നോക്കുന്നത്. അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ, അതായത് കൃഷിപ്പണിയാണ് അവർക്ക്, അവർ ജോലിക്ക് പോയി കഴിഞ്ഞാല് ഇളയ 2 കുട്ടികളെ നോക്കുന്നത് ഈ മൂത്ത കുട്ടിയാണ്. ആ വീട്ടിലെ ഒരുവിധം ജോലികളൊക്കെ ചെയ്യുന്നത് ഈ കുട്ടിയാണ്. അപ്പൊ വയനാട്ടിലൊക്കെ നമുക്കറിയാം എങ്ങനെയൊക്കെയാണെന്ന് അല്ലെ. അതായത് തീരെ സാമ്പത്തിക ശേഷി കുറഞ്ഞാകുമ്പോ എന്താ, ഗ്യാസും മറ്റും കാര്യങ്ങളൊന്നും ഇല്ല, അടുപ്പിൽ തന്നെയാണ് എല്ലാം വെക്കുന്നത്. അപ്പൊ കുട്ടി ഉച്ചയ്ക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെ തീ ഷോളിന് പകർന്ന് എന്താ പറ്റി, കുഞ്ഞ് മരിക്കുകയുണ്ടായി.
അപ്പൊ അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യിപ്പിക്കുമ്പോ എന്താണ് നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യകതയുണ്ട്. അതായത് നമ്മളിപ്പോ കത്തിയൊക്കെ കൊടുക്കുവാണ്, അല്ലെങ്കിൽ എന്താണ് ഗ്യാസിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് കുഞ്ഞുങ്ങൾ എന്താണ് ഒന്നിലും മൊബൈൽ ഫോൺ കാണുമായിരിക്കും, അല്ലെങ്കിൽ ടി വി ഇപ്പൊ കാണുന്നില്ലല്ലോ പിള്ളേര്, കൂടുതലും മൊബൈൽ തന്നെ അഡിക്റ്റഡ് ആണല്ലോ എല്ലാ കുഞ്ഞുങ്ങളും. അപ്പൊ മൊബൈൽ ഫോൺ കണ്ടുകൊണ്ട് എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുവാണെങ്കിൽ എന്താണ് അത് ഇപ്പൊ നമ്മളായാലും അതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അതായത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം നമ്മുടെ ശ്വാസനാളത്തിൽ കുടുങ്ങി നമുക്ക് മരണം സംഭവിക്കാം. അവിടെ ഒരു ഡോക്ടർ മരിച്ചിട്ടുണ്ട്, ഒരു 3-4 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു. അതായത് ഒരു ഹോട്ടലിൽ കയറി പൊറോട്ട കഴിച്ചതാണ്, ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി എന്ത് പറ്റി, അവര് മരിച്ചു. ഒരു ഡോക്ടറാണ് അവര് കേട്ടോ, ഇംഗ്ലീഷ് ഡോക്ടറാണ്. പക്ഷെ എന്താ പറയാ, മരണം സംഭവിക്കേണ്ടത്. ഇതൊക്കെ എന്താണ് നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, സേഫ്റ്റിയെ കുറിച്ച് ഏകദേശ കാര്യങ്ങൾ പിടികിട്ടിയോ? ഓക്കെ, പിടികിട്ടിയ. അപ്പോ ഇത്രയും കാര്യങ്ങള്, ചില കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ഒന്നും കൂടി ഒന്ന് വായിച്ചിട്ട് വരും കേട്ടോ. അപ്പൊ നാളെ ഞാൻ ആർക്കാണ് പറഞ്ഞത് പ്രെയർ അതുപോലെ ആക്ഷൻ സോങ്? പ്രയർ പ്രെയർ അല്ലേ? ഞാനാണ് ഇത് സൈന. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.